നാഗലിംഗ പുഷ്പം, ശിവലിംഗ പുഷ്പം, കൈലാസപതി എന്നിങ്ങനെയൊക്കെ പേരുള്ള ഒരു പൂവും പൂമരവുമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ലെസിഡഡേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് ഈ നാഗലിംഗ മരം. ഇല പൊഴിക്കുന്ന മരമാണ്. അലങ്കാര വൃക്ഷമായിട്ടാണ് പലയിടത്തും നട്ടുവളർത്തുന്നത്. 80 സെന്റിമീറ്റർ വരെ നീളമുള്ള കുലകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ കുറേ പൂക്കൾ ഉണ്ടായിട്ട് മരം മുഴുവൻ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഒറ്റ ദിവസം 1000ഓളം പൂക്കൾ വരെ ഉണ്ടാകാറുണ്ട്. പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ട്. 6 സെന്റിമീറ്ററോളം വ്യാസമുള്ള പൂക്കൾക്ക് 6 ഇതളുകളും ഉണ്ടായിരിക്കും. ഇതളുകൾക്ക് പിങ്ക്, ചുവപ്പ് നിറങ്ങളും അടിഭാഗത്ത് മഞ്ഞ നിറങ്ങളുമായിരിക്കും. കായ്കൾക്ക് പീരങ്കിയുണ്ടകളോട് സാമ്യമുള്ളതിനാൽ കാനൻ ബാൾ ട്രീ എന്നാണ് ഇതിനെ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. 25 സെന്റിമീറ്റർ വലിപ്പമുള്ള കായ്കളാണ് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത്. ചെറിയ കായ്കളിൽ 65 വിത്തുകൾ ഉണ്ടാകും. വലിയ കായ്കളിൽ 550 വിത്തുകൾ വരെ ഉണ്ടാകാറുണ്ട്. ഈ കായ്കൾ മൂപ്പെത്തുന്നതിന് 1 മുതൽ 1.5 വർഷം വരെ സമയമെടുക്കാറുണ്ട്. തേനില്ലെങ്കിലും തേനീച്ചകൾ സാധാരണയായിട്ട് പൂമ്പൊടികൾ ശേഖരിക്കാനായിട്ട് എത്താറുണ്ട്. തേനീച്ചകളും കടന്നലുകളുമാണ് പരാഗണം നടത്തുന്നത്. നിലത്ത് വീഴുമ്പോൾ തന്നെ കായകൾ പൊട്ടാറുണ്ട്. വിത്തുകൾ പക്ഷികളുടെയും കോഴികളുടെയും പല ജീവികളുടെയും ഭക്ഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഔഷധ സസ്യമാണ്. ഇതിന്റെ കായ്കൾ ഇതാണ് കേട്ടോ കായ്കൾ. ഇലകൾ സാധാരണയായിട്ട് 8 മുതൽ 31 സെന്റിമീറ്റർ വരെ നീളത്തിലാണ് വളരാറുള്ളത്. പക്ഷെ വലിയ ഇലകൾക്ക് ചിലപ്പോൾ 57 സെന്റിമീറ്റർ വരെ നീളം എത്താറുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നാഗലിംഗ മരത്തിന്റെ വിത്തുകൾ.